ഭ്രമയുഗം കണ്ട് പുറത്തേക്ക് ഇറങ്ങണം. തിയേറ്ററിൽ പോയിട്ടുള്ളൂ. 9:30 പടം തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂർ എന്ന പടമുണ്ട്. പടത്തിനെ കുറിച്ച് പറഞ്ഞേക്കാം. പടം ഫസ്റ്റ് തന്നെ പറയട്ടെ, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് പടം. പടത്തിനകത്ത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഹൊറർ സിനിമയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറർ തന്നെയാണ്. ഒരു പഴയൊരു മന, ആ മനയിൽ വന്ന് പെട്ടുപോണ ഒരു യുവാവ്. ആ യുവാവാണ് നമ്മുടെ ഹരിശ്രീ അശോകൻ. പുള്ളി ഒരു പണ്ടത്തെ ഈ പാണെന്നൊക്കെ പറയുമല്ലേ, അങ്ങനെ ഒരു നാട് വിട്ടിട്ട് പുള്ളി ഒരു നദിക്കരയിൽ വെച്ചിട്ട് പെട്ടുപോണ സീനാണ്. അങ്ങനെ ഈ പറഞ്ഞ ഒരു മന, പഴയ ഒരു മന, ആ മനയിലേക്ക് അവിടുത്തെ നാഥനാണ് നമ്മുടെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കൊടമൻ പോറ്റി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ. അപ്പോൾ പുള്ളിയുടെ ലൈഫാണ് കാണിക്കുന്നത്. പുള്ളി ആ മനയിൽ പുള്ളിയുടെ ഒരു സഹായിയായിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ട്. ഇവർ 3 പേര് മാത്രമുള്ള പടത്തിൽ. പിന്നെ ഇതിനകത്ത് അധികം കഥ ഞാൻ പറഞ്ഞ് ഇത് സ്പോയിലർ ആക്കല്ല. യക്ഷിയുണ്ട്, അതേപോലെ മന്ത്രവാദമുണ്ട്, ചാത്തനുണ്ട്, എല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ്. നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകണം. സാധാരണ രീതിയിലൊന്നും കാണിക്കരുത്. കാരണം 17-ാം നൂറ്റാണ്ടാണ് പടം കാണിക്കുന്നത്. പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. പടത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് 2-3 സീൻസ് ഉണ്ട്, വളരെയധികം ഭയപ്പെടുത്തുന്ന സീൻസ്. നമ്മൾ ഈ ഡയറക്ടറിൻ്റെ തന്നെ ഇപ്പോൾ രാഹുൽ സദാശിവ എന്ന ഡയറക്ടറിൻ്റെ തന്നെ പഴയ പടങ്ങൾ നോക്കേണ്ടി 2 പടമാണ് ഈ പുള്ളിന് മുമ്പ് ചെയ്തേക്കുന്നത്. റെഡ് റെയിൻ എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് പടമുണ്ട്. അതിനുശേഷം ഭൂതകാലം, ഷെയ്നിഗൊക്കെ അഭിനയിച്ച ഭൂതകാലം. ആ ഭൂതകാലം ഞങ്ങൾ ഞെട്ടിപ്പിച്ച പടമാണ്. ആ രീതിയിലൊരു ഞെട്ടിപ്പിക്കൽ ആ ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു ഹാഫ് ഞെട്ടിക്കലൊക്കെ ഫസ്റ്റ് ഹാഫിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഞെട്ടിക്കലിന് കുറവൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എങ്ങും എത്താത്ത പോലെ എനിക്ക് തോന്നി. കാരണം ഒരുപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം ആ ഒരു മനയിലെ കുറേ സീൻസും ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ മെയിനായിട്ടുള്ള പ്രശ്നം. 3 പേര് വെച്ചിട്ടാണ് ഇവർ ഈ പടം ഫുള്ള് കൊണ്ടുപോയേക്കണം. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഒരു യക്ഷിയും കാര്യങ്ങളൊക്കെ വരുന്നല്ലാതെ വേറെ ഒരു ക്യാരക്ടർ അതിനകത്തേക്ക് വരുന്നില്ല. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പടത്തിനകത്ത് മെയിനായിട്ട് നമുക്ക് പ്രശ്നങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിച്ചിൽ തോന്നുന്ന സംഭവം എനിക്ക് തോന്നി. അതൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ക്യാരക്ടറായിട്ട് പുള്ളിയോട് മാറി വേറൊരു റേഞ്ച്. കാരണം എക്സ്പ്രഷൻസ് കണ്ടിരിക്കേണ്ട സംഭവമാണ്. ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് എക്സ്പ്രഷൻസും അതേപോലെ തന്നെ നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള BGMസും പിന്നെ ഒരു അപ്സ്റ്റെയർ കാണിക്കുന്നുണ്ട്. ഇവിടെ മനയുടെ മുകൾ വശം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒറ്റ പ്രശ്നമുള്ളൂ, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ആകെ എക്സിറ്റിൻ്റെ ബോർഡും അതേപോലെ തിയേറ്ററിലെ കുറച്ച് ലൈറ്റും മാത്രമേ കളറായിട്ടുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും പടം കാണുന്നത്. അപ്പോൾ കളർ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ പടത്തിന് വായിക്കാനുള്ളത്. കാരണം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് പടം കാണേണ്ടി വരും. നമ്മൾ 70കളിലൊക്കെ കണ്ടേക്കണ പടത്തിൻ്റെ റേഞ്ച് ആയിരിക്കും ഈ ഒരു പടത്തിന്. പിന്നെ എടുത്തു പറയേണ്ടത് അർജുൻ അശോകൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ അടയേക്കാത്ത പോലെ ചെറുതായിട്ട് എനിക്ക് തോന്നി. ടോപ്പായിട്ട് നിൽക്കണ മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. പിന്നെ കൂടുതൽ ക്യാരക്ടറൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചില ക്യാരക്ടേഴ്സൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ക്യാരക്ടേഴ്സിൻ്റെ കുറവും ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ആ ഒരു മനയും ചുറ്റുപാടും മാത്രമേ ഉള്ളൂ പടത്തിനകത്ത്. അതിൻ്റെതായ ചെറിയൊരു നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. അത് മാത്രമാണ് പടത്തിനകത്ത് ഇത് തോന്നുള്ളൂ. പിന്നെ ഒരു ഹൊറർ പടമാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഹൊറർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ കോഞ്ചറിങ് ആ സൈസ് ഹൊററും കാര്യങ്ങളൊന്നുമല്ല, ഒരു നാടൻ ഹൊറർ, ഒരു 17-ാം നൂറ്റാണ്ടിലൊരു മനയിൽ നടക്കുന്ന ഹൊററായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുക വെച്ചാൽ കുഴപ്പമില്ല. കാരണം ഒരു വ്യത്യസ്തമായിട്ടൊരു അറ്റംപ്റ്റ് തന്നെയാണ്. കാരണം മമ്മൂട്ടി എന്ന നടൻ ഈ ഒരു മനയിലെ ആ ഒരു മന്ത്രവാദിയായിട്ടും സെറ്റപ്പൊക്കെ ആയിട്ട് വന്നിട്ട് സംഭവം കൊള്ളാം. വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്റർ വാച്ചാണ് പടം, തിയേറ്ററിൽ കാണാം. നമ്മൾ OTTയിലൊക്കെ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കുമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇതാണ് ഭ്രമയുഗത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ വീഡിയോസും റിവ്യൂസും ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്